ചേട്ടാ, 2019 നമ്മുടെ കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ പ്രണയപകയുടെ പേരിൽ ഒരു 19 വയസ്സുകാരിയെ അജിൻ എന്ന യുവാവ് റോഡിൽ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ തീയിട്ട് പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊല്ലുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം ആ കേസിൻ്റെ വിധി വന്നായിരുന്നു. എന്തായിരുന്നു ശരിക്കും അവർക്കിടയിൽ സംഭവിച്ചത്? അവർക്കിടയിൽ സംഭവിച്ചത് എന്നുള്ള ചോദ്യം, അവർ പ്രണയത്തിലായിരുന്നു. പിന്നീട് ആ ബന്ധത്തിൽ വിള്ളലുണ്ടായി. അപ്പോൾ പ്രണയപ്പക, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ധാരാളം സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ആസിഡ് ആക്രമണം, അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. അങ്ങനെ സ്ഥിരമായി പ്രണയം നിരസിക്കുന്ന പെൺകുട്ടികളോട് ചെയ്തുകൊണ്ടിരുന്നു കാമുകന്മാർ. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ല, നിങ്ങൾ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ആളല്ല എന്ന് തോന്നുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറും. അബദ്ധം പറ്റുമല്ലോ. അപ്പം നമ്മൾ ആദ്യത്തെ കാഴ്ചയിലോ അല്ലെങ്കിൽ പിന്നീട് പ്രണയിച്ച് ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല, എൻ്റെ ലൈഫിന് പറ്റിയ ഒരാളല്ല എന്ന് തോന്നിയാൽ അയാളെ ഈ ബന്ധം വേണ്ട എന്ന് ആർക്കായാലും തോന്നും. അപ്പം അങ്ങനെ തോന്നുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾ വിചാരിക്കുക ഇയാളെ അങ്ങ് ഇല്ലാതാക്കാം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ധാരാളം സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് 2019 മാർച്ച് 12-നാണ് ഈ സംഭവം. രാവിലെ 9:15 ആയപ്പോഴാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് കവിത പഠിച്ചിരുന്ന MLTക്ക് പഠിച്ചിരുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ അതിന് മുമ്പിൽ സമീപത്ത് വെച്ച് തന്നെയാണ്, ചിലങ്ക ജംഗ്ഷൻ. ഈ കുട്ടിയെ ആദ്യം വയറിന് കുത്തി പരിക്കേൽപ്പിച്ചു. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളാണ്. പിന്നീട് ഈ രാവിലെയാണ്, ഒരു 9-9:15 എന്നൊക്കെ പറയുമ്പോൾ കടകളൊക്കെ തുറന്നു വരുന്ന സമയമാണ്. കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു, അയാളാണ് പ്രതി. അയാൾക്കിപ്പോൾ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് ആ കേസിൽ, കവിത കൊലക്കേസിൽ. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി GP ജയകൃഷ്ണൻ. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അഭിനന്ദിച്ചിട്ടുണ്ട് കോടതി. കാരണം ഈ സംഭവം കണ്ട, ഞാൻ അതാ പറഞ്ഞു തുടങ്ങിയത്, ഈ രാവിലെ ഒരു 9-9:15 എന്നൊക്കെ പറയുമ്പോൾ കടകൾ തുറന്ന് തുടങ്ങുന്ന ആ സമയം, പിന്നെ ആളുകളൊക്കെ വന്ന് റോഡിലൂടെ പോയി തുടങ്ങുന്ന സമയം, അങ്ങനെ വലിയ തിരക്കെന്ന് പറയാൻ ഉള്ള ഒരു സമയമല്ല. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു കൊലപാതകം നടക്കുന്നത്. ഈ സംഭവം കണ്ട ആളുകളുണ്ട്, അവരെ കണ്ടെത്തുക എന്നുള്ളതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു. കാരണം അവരാണല്ലോ സാക്ഷികൾ. അപ്പോൾ അവരെ കണ്ടെത്തി അവർ കോടതിയിൽ വന്നു. അവർ കോടതിയിൽ വന്നു എന്ന് മാത്രമല്ല, അവർ എല്ലാവരും ഈ പ്രതിക്ക് എതിരായി പറഞ്ഞു എന്നുള്ളതാണ്. സാധാരണ ചില കേസുകളിലൊക്കെ സാക്ഷികൾ കൂറുമാറും. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇയാൾക്കെതിരെ, ദിവസങ്ങൾ നീണ്ട ആസൂത്രണമാണ്. ഈ തിരുവല്ല CIയുടെ പേര് PR സന്തോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അദ്ദേഹത്തിനെയാണ് മികച്ച കുറ്റാന്വേഷണത്തിൽ കോടതി അഭിനന്ദിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട ആസൂത്രണമാണ്. ഈ കവിത അന്നത്തെ ദിവസം വരുന്ന സമയത്ത് തടഞ്ഞു വെച്ചതിന് ഇയാൾക്ക് 1 മാസത്തെ ശിക്ഷയുണ്ട്. തടഞ്ഞു വെച്ചതിന് ശേഷമാണ് വയറിൽ കത്തി കുത്തിയിറക്കുന്നത്. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അപ്പോൾ ഇയാളുടെ പെട്രോൾ പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട് ഇയാളുടെ. അതിനുശേഷം ATM വഴി ഇയാൾ പണമിടപാട് നടത്തിയതിൻ്റെ രേഖകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കോടതിയിൽ ഇയാൾക്ക് എതിരായിട്ട് മാറി. അതുപോലെ തന്നെ ഇവർ നടത്തിയ ചാറ്റുകളുണ്ട്. ഈ കവിതയും അജിനും തമ്മിൽ നടത്തിയ ചാറ്റുകൾ. 89-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അയാൾക്ക് ജാമ്യം അനുവദിച്ചു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അയാൾക്ക് ജാമ്യം കിട്ടും. അപ്പോൾ 89-ാം ദിവസം സമർപ്പിച്ചപ്പോൾ ഇയാൾക്ക് ജാമ്യം കോടതി അനുവദിച്ചു. അങ്ങനെ ആ സമയത്ത് അത് വലിയ വാർത്തയാവുകയും അത് പിന്നീട് ജാമ്യം അനുവദിച്ചതിനെതിരെ സ്വാഭാവിക ജാമ്യം നിഷേധിക്കുന്നു എന്നുള്ള തരത്തിലുമൊക്കെയുള്ള വാർത്ത, ആ രീതിയിലുമൊക്കെ പോവുകയൊക്കെ ചെയ്തൊരു കേസാണ്. അയിരൂർ സ്വദേശിയാണ് കവിത. 3 മക്കളാണ്. ഉഷ, വിജയകുമാർ ദമ്പതികൾക്ക് 3 മക്കൾ. ഈ 3 മക്കളിൽ ഇളയ ആളാണ് കവിത. അപ്പോൾ കവിതയുടെ ജീവൻ എടുത്തത്
ഒരു പ്രണയപ്പകയാണ്. നമ്മൾ പലപ്പോഴും ആളുകൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പം അതിനകത്തൊരു പക്ഷേ ഒരു പുരുഷനല്ല, അതിനകത്തൊരു യുവതിയാണ്. അത് പ്രണയപ്പക എന്ന് പറയാൻ പറ്റത്തില്ല, അത് പ്രണയചതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിൽ ഒരു യുവതിയാണ് ഗ്രീഷ്മ, ഷാരോൺ. അവിടെയും പ്രണയത്തിൽ നിന്ന് പിന്മാറാനാണ്, പക്ഷേ അതിക്രൂരമായി ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കൊലപാതകത്തെയും നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല. പ്രണയബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ഇതല്ലാതെ തന്നെ ഇപ്പോൾ ചില ആളുകളുണ്ട് പിറവിന് നടന്നിട്ട് പ്രണയ അഭ്യർത്ഥന നടത്തുന്നു. ആ കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്നേ, നിങ്ങളെ ഇഷ്ടപ്പെടാനൊരു കാരണം വേണ്ടേ? ഒരാൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നേണ്ടതാണല്ലേ ഒരാളോടുള്ള ഒരു ഇഷ്ടം. നമ്മൾ എത്രയോ ആളുകളെ ദിവസവും കാണുന്നു, എല്ലാവരെയും നമ്മളങ്ങ് ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ പ്രണയിക്കുകയാണ്, അങ്ങനെയല്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരാളെ, ഒരുപാട് പേരെ പ്രണയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം, അത് വേറെ കാര്യം. അതൊരു പ്രണയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ഒന്നുകിൽ അയാളുടെ സൗന്ദര്യമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സവിശേഷതയാകാം. ഒരാളുടെ സൗന്ദര്യം മാത്രം കണ്ടൊന്നും അല്ലല്ലോ ഒരാളെ ഇഷ്ടപ്പെടുന്നത്. സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ടാകാം, അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ വേവ് ലെങ്തിന് പറ്റിയ ഒരാളാണ് എന്നൊക്കെ തോന്നുമ്പോഴാണ്. ചില പ്രണയങ്ങൾ വളരെ പതുക്കെയാണ്. തുടക്കം അവർ നല്ല സൗഹൃദത്തിലാവുന്നു, സംസാരിക്കുന്നു, പിന്നീട് തോന്നുകയാണ് നമ്മുടെ റൂട്ട് മാറിപ്പോയിരിക്കുന്നു, നമ്മൾ പ്രണയത്തിലായിരിക്കുന്നു എന്ന് പിന്നെയാണ് തോന്നുന്നത്. അത് പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന രണ്ടുപേരാണ്. പിന്നെ ഇത് എല്ലാ പ്രണയവും വിവാഹത്തിലൊന്നും എത്തുകയൊന്നുമില്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. എല്ലാ പ്രണയവും വിവാഹത്തിലെത്തുന്ന പ്രണയങ്ങൾ ഉണ്ട്. അത് പക്ഷേ എണ്ണം കുറവാണ്. അത് ധൈര്യവാന്മാർക്കും ധൈര്യവതികൾക്കും പറഞ്ഞിട്ടുള്ളതാണ് വിവാഹത്തിലെത്തിക്കുക. അത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവർ തമ്മിൽ ഈ ജാതിയുടെ പ്രശ്നമുണ്ട്. അപ്പം ഒരു കാരണവശാലും അല്ലാതെ കല്യാണം ആലോചിച്ചാൽ കെട്ടിച്ചു കൊടുക്കില്ല. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് ചെന്നു, ആ വീട്ടിൽ ചെന്നു, പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു. എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്, ഒരു രക്ഷയില്ല, കെട്ടിച്ചേരില്ല, കല്യാണം നടത്തി തരില്ല. പറഞ്ഞു വേണ്ട, ഞാൻ നിങ്ങളുടെ മോളെയും വിളിച്ചിറക്കി കൊണ്ടുപോകും, നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളുടെ മകൾ കാണില്ല, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അവളോട് ചോദിച്ചു നോക്കൂ. ചോദിച്ചു, അതാ ഞാൻ പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് അന്നേരം ധൈര്യമുണ്ട്. അപ്പോൾ ചിലരിങ്ങനെ ചോദിക്കും, അയ്യോ എനിക്ക് ഇയാളെ അറിയത്തില്ല എന്ന് പറഞ്ഞാളെയും, അതോടെ തീർന്നു. അപ്പോഴാണ് ഈ ഓരോരുത്തർക്ക് ഈ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാകുക. എനിക്കിഷ്ടമാണ്, അവൻ വിളിച്ചാൽ ഞാൻ പോകും. നമ്മൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും കാണുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിലൊരാൾ ഭയങ്കര പ്രേമമാണ്. അപ്പോൾ ആ സമയത്ത് ഈ സമ്പത്തുള്ള വീട്ടിലെയാണ് പെണ്ണ്. അപ്പോൾ ആ സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ, പെണ്ണിൻ്റെ കല്യാണ നിശ്ചയമൊക്കെ തീരുമാനിച്ചു. അയാളെ നിശ്ചയത്തിൻ്റെ തലേന്ന് ചെന്ന് പന്തൽ വിളിച്ചു കളഞ്ഞു. പന്തൽ വിളിച്ചിട്ട് പെണ്ണിനെ വിളിച്ചിറക്കി പോലും. അവരിപ്പം സുഖമായി ജീവിക്കുന്നു. അപ്പോൾ നമ്മളൊരു സിനിമയെ കണ്ടല്ലോ, പായ്ക്കകത്ത് ചുരുട്ടിക്കൊണ്ടുപോവുക. അതൊക്കെ ഞാൻ പറഞ്ഞ്, അത് നമുക്കൊരാളെ ഇഷ്ടമാണ്, അയാളോടൊപ്പമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ചിന്ത വരുമ്പോൾ അയാളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള വശമാണ്. ഇതങ്ങനെയല്ല. ഇത് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, ഞാൻ അത് വിട്ടുകളഞ്ഞു. അല്ലാതെ അത് മനസ്സിൽ വെച്ചിട്ട് അവളിനി ജീവിക്കാൻ പാടില്ല, നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇത്തരം ഈ പ്രണയം എന്ന് പറയുന്നത് തന്നെ വലിയ കുഴപ്പമാണ്. ലോകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, അതായത് നമുക്ക് വളരെ സങ്കീർണമാണ്. നമുക്കൊരിക്കലും ഒരാളുടെ അടുത്ത് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഒരാൾക്ക് പ്രണയിക്കാം, നിങ്ങൾക്ക് എങ്ങനെ നല്ല വിവാഹ ജീവിതം നയിക്കാമെന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ വളർത്താം, പേരൻറ്റിങ് ക്ലാസ് എടുക്കാൻ പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശില്പ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ നന്നായി പ്രണയിക്കാം? അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അനുസരിച്ചാണ്. ചിലർ ഭയങ്കര കുഴപ്പക്കാരായിട്ടുള്ള ഈ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന അയാളെ മേയ്ക്കുക എന്ന് പറയുന്നതാണ് ടാസ്ക്. അതും പക്ഷേ ഇഷ്ടപ്പെട്ട് ചെയ്യും. പിന്നെ കുറേ വിവാഹത്തിലൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് പിന്നെ തളച്ച് കളയും, ചിലർ തളച്ച് കളയും. അങ്ങനെയൊക്കെയുണ്ട്. ഒരാൾ നമ്മളെ വിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് ഉറപ്പായും ദുഃഖവും വിഷമവും, രണ്ടും ഒരു വാക്കാണ്, ദുഃഖവും ഉണ്ടായിരിക്കും.
അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ മൂഡ് ഓഫ് ആയിരിക്കും, ജീവിതം നിരാശ ബാധിച്ചതായിരിക്കും, എന്തിന് ഞാനിനി ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കും. അതാ ഞാൻ പറഞ്ഞത്, പ്രണയം നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രണയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പണ്ടൊരു ആളുണ്ടായിരുന്നു, അയാൾ എങ്ങനെയാണ് പ്രണയിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കണ്ടതിൽ വെച്ച് മനോഹരമായ ഒരു പ്രണയമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാനിങ്ങനെ ട്രെയിനിൽ വരികയാണ്. ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഒരു പഠിപ്പിസ്റ്റൊക്കെ ആയ, അല്ലെങ്കിൽ ഒരു ബുജി ലെവലിലുള്ള ഈ കുട്ടി ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ അങ്ങനെ സീറ്റ് ബാഗ് വെച്ച് സീറ്റ് പിന്നെ എന്താണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരോ ഒരാൾ കയറി വരാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആരെയാണ് കൂട്ടുകാരിയായി നോക്കി. അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്നു, ബാഗ് മാറ്റി, അയാൾ അവിടെ ഇരുന്നു. അവരൊന്നും മിണ്ടുന്നില്ല, അവർ തമ്മിൽ സംസാരമൊന്നുമില്ല, രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു. മനസ്സിലായി? ആ യുവാവിന് വേണ്ടിയാണ് ആ യുവതി ആ സ്ഥലം ഒഴിച്ചിട്ടിരുന്നത്. അയാളെ കാണാതിരുന്നപ്പോൾ അവൾക്ക് പരിഭ്രാന്തി ഉണ്ടാകുന്നു. അയാൾ വന്നു, അവിടെ ഇരുന്ന് സ്വസ്ഥമായി സമാധാനമായി രണ്ടുപേരും ഇരിക്കുന്നു. ഒരുമിച്ചാണ് രണ്ടുപേരും ഇറങ്ങി പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രണയങ്ങളുണ്ട്. വേറെ ഒരാൾ അതിങ്ങനെ നമ്മൾ പറയാതെ ഇതിപ്പോൾ സംഭവം മാറിപ്പോയി, പ്രണയത്തെക്കുറിച്ചായി. ആ വോട്ട് നിങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രണയപ്പകയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടാണ്. അയാൾ ഈ പെൺകുട്ടി അന്നത്തെ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട്. അമ്മയുടെ അടുത്തൊക്കെ ചെന്ന് ചോദിച്ചാൽ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ നേരെ പിന്നെ പോകുന്ന ടൈപ്പ് റൈറ്റിംഗ് ആണ്. ടൈപ്പ് റൈറ്റിങ്ങിന് പോകും. കാര്യമൊന്നുമില്ല, ടൈപ്പ് റൈറ്റിങ്ങിനൊക്കെ പോയി. അന്ന് എല്ലായിടത്തും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പയ്യൻ അവൻ ആ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ടൈപ്പ് റൈറ്റിങ്ങിന് പോകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലൈബ്രറി ഉണ്ട്. ഇവർ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയും, ഞാൻ വരുന്നിടം വരെ നീ പോയിരുന്ന് പുസ്തകം വായിച്ചോ. അയാൾ അത്യാവശ്യം പുസ്തക വായനയൊക്കെ ഉള്ള ഒരാളാണ്. 1 മണിക്കൂറെങ്കിലും എടുക്കും ക്ലാസ് കഴിഞ്ഞ് വരാൻ. നീ പോയിരുന്ന് പുസ്തകം വായിച്ചോ. രണ്ട് മതത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അയാൾ അവിടെ പോയിരുന്ന് പുസ്തകം വായിക്കും. അവൾ പിന്നെ പുസ്തകങ്ങളുടെ പേരൊക്കെ പറയും, നീ ഇന്ന് വായിക്കുമ്പോൾ ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയും. പക്ഷെ അവർക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റിയില്ല. ആ ഒരു അങ്ങനെയുള്ള ഒരു പ്രണയങ്ങളൊക്കെ ഉണ്ട്. ഈ അയാളുടെ ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷതയൊക്കെ മനസ്സിലാക്കിയിട്ട് ഉള്ള പ്രണയമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സായി ഒരു സംഭാഷണമായിപ്പോയി. പക്ഷേ പ്രണയ നൈരാശ്യം ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇത്തരം നമ്മൾ അത്രയും കാലം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിലേക്ക് പോകാൻ പാടില്ല. അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് നമ്മളെ അയാൾ വേണ്ടെന്ന് വെക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളെ വേണ്ടെന്ന് വെക്കുന്നത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അതങ്ങനെയാണ്. എല്ലാവർക്കും എല്ലാ കാലത്തും നമ്മളെ ഇഷ്ടപ്പെടാനൊന്നും പറ്റില്ല. അത് മനസ്സിലാക്കിയാൽ സിമ്പിളാണ്. അല്ലാതെ നമ്മളൊരാളെ അങ്ങ് മനസ്സിൽ അത്രയും അങ്ങനെ ഇരിക്കുന്നുകൊണ്ടാണ്. എന്നാൽ പോലും ഒരാളുടെയും ജീവൻ എടുക്കാൻ, പ്രത്യേകിച്ച് 19 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇനി എത്രയോ ബാക്കിയുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ജീവൻ എടുക്കാൻ, അയാളും ചെറുപ്പമാണ്, അയാൾക്ക് ഈ പ്രായത്തിൻ്റെ ആനുകൂല്യം കോടതി കൊടുത്തിട്ടുണ്ട് ചെറുപ്പമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആരുടെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. പ്രണയം സങ്കീർണത നിറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.